വെൽക്കം ടു ദ ചാനൽ. നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മളുള്ളത് അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ്. അറ്റ്ലാന്റിസ് പാം ജുമേറിലുള്ള അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൊത്തം വെള്ളത്തിലുള്ള പരിപാടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വാട്ടർ തീം പാർക്കുണ്ട്. നമ്മുടെ ടോബിനുണ്ട് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ടോബിനാണ് നമ്മളിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് പോകണം. ഓക്കെ, അപ്പോൾ ഫുള്ള് ഇന്നത്തെ വെള്ളത്തിലുള്ള കാഴ്ചകളായിരിക്കും. പോളി വ്യൂസാണ് ഇവിടെ മൊത്തം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ്. നമ്മളിപ്പോഴത്തെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. നല്ല എക്സ്പെൻസീവാണ് കാര്യങ്ങൾ. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ അതിൻ്റേതായ ഫീല് കിട്ടത്തുള്ളൂ. ബസ് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് നടന്നു പോവാണ്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രൻസ് സൈഡിലോട്ട് കയറി അകത്തോട്ട് പോവാണ്. ഇതിൻ്റെയൊക്കെ റൂഫൊക്കെ ആർട്ടിഫിഷ്യൽ ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. ഭയങ്കര ലുക്കാണ് കേട്ടോ. ഏതോ രാജകൊട്ടാരത്തിൽ കയറിയ ഒരു സംഭവമാണ്. ഇവിടുത്തെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ രണ്ട് സൈഡും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. എല്ലാ സാധനത്തിനും എക്സ്പെൻസീവാണ്. എന്താ പറയുന്നത്, ബാത്ത് ആൻഡ് ബോഡിയുടെ നമുക്ക് കണ്ടുപരിച്ചുള്ള ബാത്ത് ആൻഡ് ബോഡിയുടെ ഷോറൂമുണ്ട്. പിന്നെ ഡ്രസ്സസിൻ്റെ ഏരിയാസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് ഏറ്റവും നീളമുള്ള റൈഡുള്ള പാർക്കാണ് മറൈൻ വാട്ടർ തീം പാർക്ക്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റൈഡ് എന്നാണ് ടോബിൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അവനിവിടെ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവന് കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം. ഇവിടുത്തെ കണ്ടോ ഡെക്കറേഷൻസ് ഒക്കെ ഭയങ്കര സെറ്റപ്പാണ്. ആൾക്കാരൊക്കെ വന്ന് അറിയുന്നു. ഇവിടെ കുറേ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറൈൻ വാട്ടർ തീം പാർക്കിൻ്റെ എൻട്രൻസ് സൈഡിലോട്ടാണ് എത്തിയേക്കുന്നത്. ഇവിടുത്തെ തന്നെ ഡോൾഫിൻ്റെ ഒക്കെ ഇതുകൊണ്ടുള്ള സ്റ്റാച്യൂസ് കൊണ്ടുള്ള വെൽക്കമിങ് ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റിംഗ് ഏരിയയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. എനിക്കൊന്ന് ഞങ്ങളിപ്പം വന്നേക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഒരു ഏഷ്യൻ സ്ട്രീം, ബാക്കിയൊക്കെ ഫോറിനേഴ്സാണ് ഇവിടെ വന്നേക്കുന്നത് മൊത്തം. ഇവിടുത്തെ ഓൺലൈൻ ടിക്കറ്റുകളുണ്ട്. ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമുക്ക് നല്ല തിരക്ക് കാണുന്നുണ്ട്. നമുക്ക് നല്ല അടിപൊളി തിരക്കാണ്. ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടറും ഏരിയയൊക്കെയാണ്. ഇപ്പോൾ ഓൺലൈൻ എടുത്ത ടിക്കറ്റ് ടോബിൻ കൗണ്ടറിൽ കൊണ്ട് കാണിച്ച് ചെക്കിനൊക്കെ ചെയ്തു. ഇവിടുന്ന് നമ്മൾ ഇനിയും പാർക്കിൻ്റെ എൻട്രൻസ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അകത്തോട്ട് പോകണം. അവിടെ ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെയാണ് പാർക്കിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. ഇതിൻ്റെ എൻട്രൻസ് സൈഡിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടുത്തെ അറ്റ്ലാന്റിസ് അക്വാ വെഞ്ചർ പാർക്കിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും സ്പോട്ടും ഒക്കെ ഓരോ സ്ഥലത്തെയും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് തന്നേക്കുന്നത്. അങ്ങനത്തെ ഒരു ബ്രോഷർ നമുക്ക് തരുന്നുണ്ട്. ഇവിടുന്ന് ചെക്ക് ചെയ്ത് ബാഗൊക്കെ നമ്മുടെ ചെക്കിനൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഫുഡുകളൊന്നും നമുക്ക് അങ്ങോട്ട് അധികം കയറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോവാം. നമ്മുടെ ഈ കൗണ്ടറിൽ ഒരു മലയാളിയെ തന്നെ കിട്ടിയിട്ടുണ്ട് ടോബിന്. അപ്പോൾ ഇവിടെ നമുക്കത് ഇവിടുന്ന് റെസ്റ്റ് ബാൻഡ് കിട്ടുന്നുണ്ട്. ഈ റൈറ്റ് വിട്ടുകൊണ്ടാണ് നമുക്കിനി ഇൻസൈഡ് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇനിയും കെട്ടിയിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാനായിട്ട്. ഇതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു റൈഡുണ്ട്, സ്പ്ലാഷ് സോൺ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി അങ്ങോട്ട് മൊത്തം റൈഡുകളായിരിക്കും. ഇവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഗാലാൻഡ് പോലെ പോലും എനിക്ക് തോന്നുന്നില്ല. അവിടെ നമ്മൾ പോയാൽ പോലും നമുക്ക് ഫുള്ള് കറങ്ങി തീരാൻ വലിയ പാടാണ്. അപ്പം ഇത് അതിനെക്കാട്ടിലും അതിൻ്റെയൊക്കെ ഡബിളും ട്രിപ്പിളും ഏരിയയാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം എന്തുമാത്രം കവർ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. സംഭവം സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ അല്ലെങ്കിലും പിന്നത്തെ ഇവിടെ റൂഫൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് പഴയ ടൈപ്പിലുള്ള സെറ്റിങ്സൊക്കെ ഉണ്ട്. ആൾക്കാരങ്ങ് വന്ന് കൊള്ളുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് ആയിട്ട്. ഇവിടെ നമ്മുടെ എൻട്രൻസ് സൈഡിൽ തന്നെ എന്തൊക്കെയോ ഗസ്റ്റ് സർവീസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇത് നമ്മുടെ വീഗാലാൻഡിൽ പോലെ കാണുന്ന പോലെ ജസ്റ്റ് റൈഡുകൾ മാത്രമല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഒരു വാട്ടർ തീം പാർക്കെന്ന് മാത്രം നമുക്ക് തോന്നത്തില്ല, വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ഒരു മോണോ റെയിലാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മോണോ റെയിലിൽ കയറി ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് സെറ്റ് വരെ പോകാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ ചില റൈഡുകളൊക്കെ പോകുന്നുണ്ട്. ഇതൊരു ആർട്ടിഫിഷ്യൽ സംഭവമാണെന്ന് കണ്ടാൽ പറയത്തില്ല, മൊത്തം ഭയങ്കര ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇവിടെ ഡോൾഫിൻ ഷോസ് ഉണ്ട്, സീൽ ഷോ ഉണ്ട്, അതിനൊക്കെ സെപ്പറേറ്റ് ചാർജസ് ആണ്, അതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റിന് ഏകദേശം 390 ദിർഹമാണ് റേറ്റ് വന്നേക്കുന്നത്. പിന്നെ അഡീഷണൽ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ എക്സ്ട്രാ എമൗണ്ടുകൾ വേണം. അപ്പോൾ ഞങ്ങൾ അതൊന്നും എന്താണെങ്കിലും ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ വാട്ടർ തീം പാർക്കിന് മാത്രമാണ് ടിക്കറ്റ് എൻട്രി എടുത്തിരിക്കുന്നത്. എൻട്രൻസ് സൈഡിൽ തന്നെ ഇവിടെ യൂസ് ചെയ്യാനുള്ള സോക്സ്, 1 ടൈം യൂസ് ചെയ്യാനുള്ള സോക്സ് ഉണ്ട്, അത് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. കണ്ടോ, സോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും, കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ടുള്ള സ്വിമ്മിങ് സൂട്ട് ടൈപ്പ് ജാക്കറ്റുകളൊക്കെ വിൽപ്പനയ്ക്കുള്ള സ്ഥലമാണിത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ടോബിൻ്റെ ഒപ്പം പോകാമെന്ന് വെച്ചു. ഞങ്ങളപ്പം നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് കിഡ്സ് ഏരിയയിലുള്ള റൈഡുകളുള്ള ഏരിയയിലോട്ടാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര വൈബ്. ഒരു സൈഡിൽ കടല്, സെൻറ്ററിൽ നമ്മുടെ വാട്ടർ തീം പാർക്ക്. ആൾക്കാരൊക്കെ അതെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നേക്കുന്നു, കാശ് മുടക്കി. ഇവിടെ സ്പ്ലാഷേഴ്സ് മൗണ്ടൻ എന്ന് പറഞ്ഞോണ്ടൊരു സംഭവം കണ്ടോ, നമ്മളിപ്പോൾ അവിടെയൊക്കെ കണ്ടേക്കുന്ന അതിൻ്റെയൊക്കെ വലിയ പതിപ്പുകളാണ് ഇതൊക്കെ. ഇതൊന്നും ചെറുതൊന്നുമല്ല, ഇതൊക്കെ നമ്പർ 1 സാധനങ്ങളാണ്. വീഗാലാൻഡിനെക്കാട്ടിലൊക്കെ ഡബിൾ ഉണ്ട് ഐറ്റംസ്. വീഗാലാൻഡൊക്കെ മാത്രം കണ്ട് പരിചയമുള്ള നമുക്കിതൊക്കെ അത്ഭുതം തന്നെയാണ്. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് വേവ് പൂള്, കോറൽ ബീച്ച് ഏരിയ. ടോബിൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അവന് ഇവിടുത്തെ എല്ലാം A to Z കാര്യങ്ങളറിയാം. കണ്ടോ, ഇവിടെ നമുക്ക് പ്ലേ ബെഞ്ചും അതുപോലെ തന്നെ ഇവിടെ എല്ലാം പൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ എല്ലാം പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാഫുകളാണ് ഇതിൻ്റെ സൈഡിലുള്ള ലൈഫ് ഗാർഡുകളൊക്കെ ആണെങ്കിലും എല്ലാം. നെപ്റ്റ്യൂൺ ടവർ എന്ന് പറഞ്ഞൊരു സ്ലൈഡാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഞാനിപ്പോൾ ഇനിയിപ്പം വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാൻ പാടാം, അതുകൊണ്ട് ഞാൻ അതിനു മുമ്പായിട്ട് കുറച്ച് റൈഡുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വേറൊരു കേസുണ്ട്, ഇത് അഡൽട്ട് ഓൺലി ചാനലായിട്ട് മാറുന്ന പോലെ ആകും ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാൽ. കാരണം എല്ലാ ലേഡീസും 2 പീസസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇവിടെ. നിങ്ങളാരും എന്നെ കുറ്റം പറയരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഇവിടെ ഇപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ സെൻട്രലായിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സൈഡിൽ കൂടെയും നമ്മുടെ റൈഡിൻ്റെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുപോകാം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഫിഷുകൾ, സീൽസ്. ഇതിനകത്തൂടെ അണ്ടർ വാട്ടർ ഡൈവ് ഉണ്ട് ആ മീനിൻ്റെയൊക്കെ ഇടയിൽ കൂടെ. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബ്രഹ്മജോതി തരണ്ടി പോകുന്നുണ്ടോ? സൂപ്പർ സാധനം.